11 മണി വരെ ഇരിക്കാം, നോക്കാം. അപ്പോൾ ഞെക്കിയോ? എപ്പോഴും ഇതാണ് നമുക്ക് വീഡിയോ ആവുന്നുണ്ടോ, ഞെക്കിയോ? മറ്റെല്ലാം എടുത്തു കഴിഞ്ഞാൽ മതി, ഒന്നും കിട്ടത്തും ഇല്ലല്ലോ, അത് ഷോ. പവർ പോയി. നമ്മുടെ പവറൊന്നും പോയിട്ടില്ല. എടാ ഈ എനർജി ഡ്രിങ്ക് അടിച്ചിട്ട് എന്നാ കഫ് സിറപ്പ് കുടിക്കുന്നവനുണ്ട് മയില്. പക്ഷെ ഒരു 60 രൂപയുടെ എനർജി ഡ്രിങ്കിന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ ഇത് കുടിക്കുക എന്നാന്നറിയോ, ഫുള്ളി ഓണായി, കാഫീൻ അങ്ങ് ഹിറ്റായി. ഇത് കഫേൻ ഡ്രിങ്ക് ആണോ? കഫേൻ ഉണ്ടോ അത്? പിന്നെ എനർജി ഡ്രിങ്കിനകത്ത് മുഴുവൻ കാഫീൻ അല്ലേ, വേറെ എന്നാ ഉള്ളത്? ഇതേതാണ്ട് 90 mg ഏതാണ്ടുണ്ട്. പോടാ, നമ്മുടെ പ്രീ വർക്കൗട്ട് ഇല്ല ജിമ്മിൽ, അത് 200 mg അതൊരെണ്ണം കുടിച്ചാൽ മതി. ഇത് ഇങ്ങനെ ഒരു ബോള് മതിലയിലോട്ട് എറിയുന്ന ഇങ്ങനെ തെറിച്ച് പോകും. അയ്യോ, ഭയങ്കര ചൂട് എടുക്കുന്നു, ചൂടാവും, വേർക്കുവാ വെറുതെ ഇരിക്കുമ്പോഴും. എനിക്ക് ഇത്രയും കാഫീൻ ചെന്നിട്ടാന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് ചൂട് കൊടുക്കുക, ഭയങ്കര ലേസർ ഫോക്കസ്, ഇങ്ങനെ കൃത്യം കോൺസെൻട്രേഷൻ, ഭയങ്കരമായിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അമ്മാതിരി ഇതാ കാഫീൻ. എത്ര 90 mg ഇതിനകത്ത്? 90 mg ഇതിനകത്ത് 90 mg കാഫീൻ, ഈ 300 ml ഇതിനകത്ത്. പക്ഷേ കാഫീൻ കണ്ടെയ്ൻസ് കാഫീൻ എന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ പ്രത്യേകിച്ച് 100 ഗ്രാമിൽ 10 mg. 10 mg ഇതപ്പോൾ എത്ര? ഇത് 300 എത്ര ഗ്രാമില്ല? ഇത് 300 ml. 300 ml എന്ന് പറയുമ്പം ഇച്ചിരി 200 സംതിങ് ഗ്രാം വരും. ഇതൊക്കെ മിക്കവാറും കട്ട് ചെയ്ത് കളയേണ്ടി വരും. പവറാകുന്നില്ല. പവറാകാൻ ഒരു വഴിയുള്ളൂ. നമുക്കിത് ചഗ് ചെയ്താലോ? ഒറ്റ ട്രിപ്പോ? Cheers. അവനെ കപ്പ് സിറപ്പിന്റെ കുപ്പി മുഴുവൻ എടുത്ത് കുടിച്ചോലോ. എന്റെ ദൈവം, അതൊന്നും വീണില്ലല്ലോ അല്ലേ? അയ്യോ, ഇതിന് എന്നാലും ജീവിതം മാറിയ ഒരു മാറ്റം. നേരത്തെ ഒരു ബിയർ എങ്ങനെ അടിച്ചോണ്ടിരിക്കും, ഇപ്പൊ മറ്റേ എനർജി ഡ്രിങ്ക് അടിച്ച് കട്ടൻ കാപ്പിയൊക്കെ ഇപ്പൊ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സാറാടെ കാപ്പി എല്ലാരും കുടിക്കുന്നത് എന്തിനാ? കാഫീൻ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി പവർ കിട്ടാൻ. നമ്മളിപ്പോ കുടിക്കുന്നത് എന്നാ വെച്ചാൽ നോർമൽ ആവാൻ, താഴേന്ന് നോർമൽ ആവാൻ വേണ്ടി. എല്ലാരും കുടിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാവാൻ. കഴിഞ്ഞ ദിവസം അടിച്ചതാ സീനായത്, കള്ളു കുടിച്ച് നാശം. ഇപ്പം പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യമായ റിയാലിറ്റി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എപ്പോഴും അതാ രസം, അങ്ങോട്ട് പോകണം. എന്നാൽ ഇത് റിയാലിറ്റി, നമ്മുടെ നോർമൽ ലൈഫ്, അതിനോട് താല്പര്യമില്ല. മറ്റേ റിയാലിറ്റിയിൽ നിന്ന് മാറുന്ന എന്തും ചെയ്യാനാണ് താല്പര്യം. ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് റിയാലിറ്റി തന്നെ സ്റ്റേ ചെയ്യാൻ എനിക്ക് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ ഒരു സാധനം എനിക്ക് എൻ്റെ കൺട്രോള് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് എപ്പോഴും ഇപ്പം 2 ബിയറൊക്കെ അടിച്ച സീൻ, കള്ളിന് എനിക്ക് അങ്ങനെ വലിയതായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ ബോധം പോകുന്ന സീനിനോട് എനിക്ക് ഇപ്പൊ താല്പര്യമില്ല. മറ്റേ അടിച്ച് ലോസ്റ്റ് ആവുന്നത്, എനിക്ക് ലോസ്റ്റ് എന്നല്ല, എൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇത്ര മൈന്യൂട്ട് ഫ്രാക്ഷൻ പോലും കൺട്രോൾ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം നമുക്ക് കൺട്രോൾ ആണ്, നമ്മളതാണ്. പക്ഷെ എന്നാലും ഒരു കുറച്ചുപോലും എനിക്ക് ഇപ്പൊ എന്നാ പറയുന്നത്, ഇപ്പൊ റിയാലിറ്റിയിൽ തന്നെ നിൽക്കാൻ ഏറ്റവും ഇഷ്ടം. അതാ നല്ലത്. റിയാലിറ്റിയിൽ നിന്ന് മാറുന്ന പണ്ട് അങ്ങനെയല്ല. പണ്ട് എങ്ങനെയാലും റിയാലിറ്റിയിൽ നിന്ന് പോകണം, റിയാലിറ്റി കട്ടാവും, ലോസ്റ്റ് ആണോ ഈ ഇതാ. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് റിയാലിറ്റി നിൽക്കുന്ന എനിക്ക് സന്തോഷം. റിയാലിറ്റിയിലാണ് കുറച്ചുകൂടെ ഇപ്പം നൈസ് കാര്യങ്ങളുള്ളത്. പക്ഷെ നീ ഇപ്പൊ നാട്ടിലത്തെ സീനൊക്കെ കണ്ടോ? ചുമ്മാ ഷോ. അത് പിള്ളേർക്ക് റിയാലിറ്റി നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് എല്ലാവരും റിയാലിറ്റി. ഇപ്പൊ സത്യം പറഞ്ഞാൽ റിയാലിറ്റി നിന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ. അല്ല, ഞാൻ അതല്ല ഞാൻ പറഞ്ഞ, മറ്റേ നാട്ടിലെ സീൻ എന്ന് പറഞ്ഞ ആക്സിഡന്റുകള്, ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുമ്പോ എല്ലായിടത്തും ഇതൊക്കെ തന്നെ. ഇതൊക്കെ ഇപ്പൊ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ ഉള്ളൂ. മറ്റവനെയൊക്കെ കൊന്ന, വണ്ടി ഇടിച്ചു, ടെറർ സീൻസ് എല്ലായിടത്തും. നാട്ടിൽ വിഷയ സീൻ എന്തിനാ? ഞാൻ ആലോചിക്കുന്നത് എന്തിനാ ആൾക്കാർ ഇങ്ങനെ ടെറർ ആവുന്നതെന്നുള്ളതാ.
മറ്റേ നോർമൽ പീസായിട്ട്. അല്ല ഞാനും പണ്ട് പഠിച്ച സമയത്ത് ഇമാര് വാളിത്തരൊക്കെ കാണിച്ചു. എടാ നമ്മള് വള്ളി പിടിക്കാൻ പോകും, അങ്ങോട്ട് കയറി പിടിക്കാൻ പോയിട്ടുണ്ടല്ലോ, പക്ഷെ ആരും കൊല്ലാനൊന്നും ഇതുവരെ തോന്നി. അതാ പറഞ്ഞേ, എടാ വള്ളി പിടിക്കാൻ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് ഇങ്ങോട്ട് കയറി ഇത് ഒക്കെ വന്നു കഴിഞ്ഞാലേ ഉള്ളൂ. അല്ല നമ്മൾ ചുമ്മാ പോകുന്നവരത്തിന്റെ വണ്ടിക്കോട്ട് കയറി അല്ല വല്ല വണ്ടി ഓവർടേക്ക് ചെയ്യണം. പക്ഷെ ഒരു പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും വള്ളി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി പിന്നെ വള്ളിയാണോ ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. ആ മൈൻഡിൽ നമ്മള് മെച്യൂറായി ഇപ്പൊ വന്നോണ്ടാണ് നമുക്കിപ്പോ ഇങ്ങനെ പോകുന്നത്. ചിലവരിപ്പോഴും അതിനകത്ത് തന്നെ പെട്ടിരിക്കുക, വള്ളി മൂടി പെട്ടിരിക്കുക. അതുകൊണ്ടാണ്. പിന്നെ പ്രായത്തിന്റെ ഒക്കെ, പക്ഷെ അവർക്ക് നമ്മളെക്കാളൊക്കെ എന്തോ പ്രായം ഉണ്ടല്ലേ ഈ കൊന്നോമാർക്കൊക്കെ. അതാണ് പ്രശ്നം. ചുമ്മാ റോങ് ആയിട്ട് പോയാൽ നമ്മൾ റോങ്ങേ ആകത്തുള്ളൂ. നമ്മുടെ മനസ്സിൽ റോങ്ങേ ഉള്ളെങ്കിൽ റോങ്ങായി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം കുറച്ച് പീസ്, എനിക്കിപ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് പീസ് ആകണ്ട്. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഒരു ക്ലബിൽ പോകുന്നതോ അല്ലെങ്കിൽ കുറെ ആൾക്കാരുള്ള സ്ഥലത്ത് പോകുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ ആണെങ്കിലും പോയത്, അല്ലെങ്കിൽ ഒരു തിരക്കുള്ള ബസ്സിലോ ട്രെയിനിലോ അതൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ബസ്സിനോ ട്രെയിനൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ക്ലബും പബ്ബും ഒക്കെ എനിക്ക് ഇപ്പോഴും ഓക്കെ. പബ്ബും ഒക്കെ എനിക്കിങ്ങനെ ഇരുന്ന് അതാ എനിക്ക് താല്പര്യം. അല്ലാതെ മറ്റേ പണ്ടത്തെ പോലെ ഇങ്ങനെ പേ കാണിക്കുന്ന പരിപാടിയൊന്നും എനിക്ക് താല്പര്യമില്ല. എവിടെയെങ്കിലും മാറി അധികം ആൾക്കാർ ഒരു കോർണറിൽ ഒരു മൂലയിൽ അധികം ആൾക്കാരും നമ്മുടെ ഒരു സർക്കിളുള്ള നമ്മൾ ഒരു പ്രൈവറ്റ് സ്ഥലമാണ് എനിക്കിപ്പോൾ ഇഷ്ടം. അല്ലാതെ എല്ലാരും കൂടെ ഉള്ള സ്ഥലമൊക്കെ ഷോ കേൾക്കും, തിരക്കും ഇതും ചുമ്മാ ബാഡ് വൈബ്സ് അതൊക്കെ. എന്നാ ഇന്നത്തെ ഡേ ശോകമല്ലയോ. രാവിലെ എണീറ്റപ്പം തുണി നനയ്ക്കാൻ പറ്റും, തുണി നനയ്ക്കത്തില്ല. ഇനിയും തൊട്ട് ഉടുപ്പ് അതൊക്കെ വേറെ. എനിക്കാണ് ഈ എനർജി ഡ്രിങ്ക് കഴിച്ചിട്ട് മറ്റേ ആങ്സൈറ്റി ഒക്കെ. എനിക്കെന്തോ നെഞ്ചിനകത്ത് എന്തോ സംഭവം. 90 mg കാഫീൻ ഒറ്റയടിക്കുന്നു. എടാ മറ്റേ പ്രീ വർക്കൗട്ട് ഇല്ലേ ജിമ്മിലെ പ്രീ വർക്കൗട്ട് ആദ്യമായിട്ട് അടിക്കുമ്പോണ്ടല്ലോ എന്നാ പവറാന്ന് അറിയും. എന്ന് പറഞ്ഞാൽ നമുക്ക് അത് 150 mg ഒക്കെ 200 mg 150 mg മറ്റേ ഇല്ലീഗൽ സാധനം. അത് മറ്റേ കഴിക്കുകയേ ചെയ്യില്ല. നമ്മളിത് മറ്റേ 2 സ്കൂപ്പൊക്കെ ഇട്ട് കലക്കി ചിലപ്പം വെള്ളം പോലും ചേർക്കാൻ നേരെ ഇട്ട് ഒരു ഉപ്പ് വെള്ളം ഇങ്ങനെ കുടിച്ച് അങ്ങനെയൊക്കെ അടിക്കുന്നത്. ജിമ്മിലോണ്ട് എല്ലാം ഇങ്ങനെ അടുത്ത് തന്നെ ഞാൻ ഇനി അടിക്കണം 1 2 പക്ഷെ അത് ആദ്യത്തെ ഒരു തവണയേ ഉള്ളൂ കേട്ടോ. പിന്നെ 3-4 ദിവസം കഴിയുമ്പം ഒന്നും തോന്നത്തില്ല. പിന്നെ അതുമായിട്ട് നമ്മുടെ ബോഡി അതുമായിട്ട് പിന്നെ സീൻ എന്താ വെച്ചാൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഈ പ്രീ വർക്കൗട്ട് കാപ്പിയും തന്നെ ഈ കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ തന്നെ രാത്രി ഇങ്ങനെ കണ്ടും തുറന്ന് മേളോട്ട് നോക്കി എന്ത് ചെയ്താൽ ഉറക്കം പറ്റത്തില്ല. നമ്മളപ്പോൾ അറിയത്തില്ലല്ലോ ആ സമയത്ത് കാഫീന് കുഴപ്പമില്ല. കാപ്പി എന്നാന്ന് നമുക്ക് അറിയത്തില്ല. ചുമ്മാ കാപ്പി കുടിക്കുമ്പോൾ നല്ലപോലെ തോന്നും, നല്ല ചൂട് കാപ്പി കുടിക്കാൻ നല്ല സുഖമുണ്ട്, ആ ഒരു മൈൻഡേ ഉള്ളൂ. പക്ഷെ ബോഡിയിലോട്ട് ഈ കാഫീൻ ചെല്ലുകയും നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കോഫി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ചില സാഹചര്യത്തിൽ നമ്മൾ ഉറങ്ങിപ്പോകും. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഓഫീസിൽ ഇറങ്ങി കണ്ടില്ലേ ഇത്ര കാപ്പി കുടിച്ചിട്ട്. അതാ ക്ഷീണം കാരണം. എടാ കുടിച്ച ഉടനെ വേണം ഉറങ്ങാൻ. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ മറ്റേ പവർ കയറി. ഇപ്പൊ എന്റെ അവസ്ഥ എന്ന് പറയാൻ എന്റെ കണ്ണൊക്കെ തന്നെ ഇങ്ങനെയായി. പക്ഷെ ഇത്ര 90 കാഫീൻ ഇത്ര നേരം ഞാൻ ഇങ്ങനെ ആയിരുന്നു, മിണ്ടാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഈ എനർജി ഡ്രിങ്ക് അടിച്ചപ്പോഴത്തേക്കും മറ്റേ ചാർജ് ആയി. എന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരം നിർത്താൻ പറ്റുന്നില്ല. കണ്ണൊക്കെ ഇങ്ങനെ വിടർന്നു. ഇപ്പൊ കുറച്ചുകൂടെ റെസൊല്യൂഷൻ കൂടി, എല്ലാത്തിനും മറ്റേ ക്ലാരിറ്റി കൂടി. പക്ഷെ ഇതിങ്ങനെ പൊങ്ങി ഇനി ക്രാഷ് ആവും. ഉച്ചയാകുമ്പോ ക്രാഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തലവേദനയും ഇങ്ങനെ കിടന്ന് ഉറക്കമൊക്കെ വരും. എല്ലാത്തിനും അങ്ങനെ ആദ്യത്തെ ആ ഒരു ഒറ്റ പീക്കുണ്ട്. എനിക്ക് തോന്നുമ്പോ ലോകത്തുള്ള എല്ലാ കാര്യവും അങ്ങനെയാന്ന് തോന്നുന്നല്ലേ. ഇപ്പൊ ഷുഗർ കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ മറ്റേ സ്പൈക്ക് ആവും. ആദ്യമേ എല്ലാ കാര്യവും നമ്മളിപ്പോ എന്ത് കാര്യം ഫുഡിന്റെ മാത്രല്ല, ഇങ്ങനെ ഇപ്പൊ ഇഷ്ടമുള്ള എന്ത് കാര്യം ആദ്യത്തെ ഒരു പീക്കുണ്ട്. നമുക്ക് ആദ്യമേ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഇങ്ങനെ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് ആദ്യമേ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നേരെ ഇങ്ങനെ താന്നു. ഈ മറ്റേ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇതുപോലെ ഇങ്ങനെ വന്നു. ഇപ്പൊ ഇങ്ങനെ ഒന്ന് പൊങ്ങി ഇച്ചിരി പൊങ്ങി വന്നു. ഇങ്ങനെ ഞാൻ പണ്ട് വിചാരിക്കുന്നുണ്ട് ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെയാണ്, ലീനിയർ ആയിട്ടാ. സമയം ടൈം ഇതാണെങ്കിൽ ടൈം കൂടുന്തോറും ഇങ്ങനെ ഗ്രോ ചെയ്യും. പക്ഷെ ശരിക്കും ഇങ്ങനെ വന്ന് ഇങ്ങനെ താഴോട്ട് പോയി, പിന്നെ ഒരു പൊക്കം വന്ന് താഴോട്ട് പോയി, പിന്നെയും പൊക്കം വന്ന് ഏറ്റവും അടി വന്നു. അങ്ങനെ ചിലപ്പോ ഗ്രോത്ത് കയറുന്നത്. എന്ത് ഗ്രോത്തും അങ്ങനെ ഉള്ളൂ. ഇപ്പൊ ഈ സ്പൈക്ക് തന്നെ, ഈ കാഫീൻ സ്പൈക്ക് തന്നെ അങ്ങനെ ഇങ്ങനെ പോയി താഴോട്ട് വന്നു. പക്ഷെ ഒരിക്കലും ലീനിയർ അല്ല ഒരു കാര്യങ്ങളും. അതെ,
പക്ഷെ അതാണ് അങ്ങനത്തെ ഒരു ഗ്രോത്ത് ആണ് നല്ലത്. പക്ഷെ ഈ തോൽവികളില്ലാതെ നമ്മൾ ഇങ്ങനെ പടയെന്നും പറഞ്ഞ് ഇങ്ങനെ കയറി പോയിട്ട് ഒരു പീക്കിലെത്തുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു പക്ഷെ അങ്ങനെ ഒരിക്കലും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തോൽവി ഇല്ലാതെ പോകാൻ പറ്റുമെന്ന് അല്ല ഞാൻ പറഞ്ഞതാ. മീൻസ് അങ്ങനെ പോയി നമുക്ക് ആ ഒരു പോയിന്റ് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് മറ്റേ ഷൂ എന്നും പറഞ്ഞ് താഴെ പോയി കഴിഞ്ഞാണല്ലോ പിന്നെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ ആൾക്കാർ കുഴപ്പമില്ല, ഓക്കെ ഒത്തിരി ചിരിക്കല്ലേ, കരയേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. നമ്മളൊന്ന് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴായിരിക്കും ഒരു ട്രാജഡി വരുന്നത്. അത് ശരി. എപ്പൊ നമ്മള് ഓവറായിട്ട് ഹാപ്പി ആയി കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ശോകം കഴിയുമ്പോ നമ്മുടെ അതെന്ന് പറഞ്ഞാൽ സന്തോഷം ഉള്ളതുകൊണ്ടാണ് സങ്കടവും ഉള്ളത്, ചീത്ത ഉള്ളതാണ് നല്ല ഉള്ളത്, വെട്ടം ഉള്ളതാണ് ഇരുട്ടുള്ളതുകൊണ്ടാണ് വെട്ടം ഉള്ളത്. അതാണ് അതിന്റെ യിങ്. ഇരുട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് അടുത്ത ഏതെങ്കിലും സ്പോട്ട് പിടിക്കണ്ടേ രാത്രി പോവാൻ. രാത്രി കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണം. രാത്രിയുടെ നമ്മൾ ആ ഒരു ബ്യൂട്ടിഫുൾനെസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അന്ന് പോയത് നൈസായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഉള്ള പ്രേതാലയത്തിലൊക്കെ പോകും. പക്ഷെ ശരിക്കും നമ്മൾ ചിലപ്പോ രാവിലെ കണ്ടാ ഓർക്കും രാത്രി ആവുമ്പോഴത്തേക്ക് അതിന്റെ ടെക്സ്ചർ രാത്രി ഫുള്ള് ഡാർക്ക് ആവും. എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡാർക്ക് ആവും. നമുക്ക് ചെറിയ കാര്യങ്ങൾ വരെ നമുക്ക് പേടിയാവും. നമ്മളാ ഫ്ലാഷ് വെച്ച് ഓരോ മതിലൊക്കെ ഇങ്ങനെ എഴുത്തൊക്കെ കണ്ടില്ലായിരുന്നു. അതൊക്കെ കാണുമ്പോഴേ നമുക്ക് എന്തോ ഒരു ബാഡ് വൈബ് നെഗറ്റീവ് ഇങ്ങനെ വന്നു. നമുക്ക് അതിനകത്തോട് കേറിയപ്പോഴേ മറ്റേ ഒരു തലയൊക്കെ ഇരുന്നപ്പോഴേ സീനായിരുന്നു. അത് കഴിഞ്ഞ് ഓടി ശരിക്കും നമുക്ക് ആ വൈബ് നമുക്ക് മനസ്സിലാവും. കാരണം നെഗറ്റീവ് അതില്ലെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു അടഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബിൽഡിങ്ങില് പോവാണെങ്കിൽ നമുക്ക് ആ ഒരു സാധനം വരും. നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ അതെന്ന് പറഞ്ഞതാ നമ്മള് മറ്റേ ഈ പണ്ട് നമ്മളെ ആ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന നമ്മളെ ഇവോൾവ് ആയത് അങ്ങനെ നമുക്ക് എന്താ പറഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക് നമ്മുടെ ബാഡ് ആവും, ഇതാവും, എങ്ങനെയോ തന്നെ അതങ്ങ് ആവും. നമുക്ക് മനസ്സിലായി ഇതെന്തോ ബാഡാ, ഇങ്ങോട്ട് പോകണ്ട. നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും ഇത് ഡേഞ്ചറാ, അങ്ങോട്ട് പോവല്ലേ എന്ന് പറയുന്നത്. അവിടെ സാധനമുണ്ട്, അവിടെ എന്തോ മറ്റേ ഓട്ടോമാറ്റിക് ചാവാനുള്ള ചാൻസ് ഡെവലപ്പ് ആവുന്നത്. മറ്റേ ഇല്ലേ ഇതിനകത്ത് ഇല്ല CBI മമ്മൂട്ടിയുടെ മറ്റേ സേതുരാമയ്യർ CBI ഉണ്ടാകുന്നു അതിനകത്ത്. നീ കണ്ടിട്ടുണ്ടോ അത്? എല്ലാം കണ്ടത്. എല്ലാം അതിനകത്ത് മറ്റേ ഇല്ല ഒരു ഇതിനകത്ത് ഈ പുള്ളി ഇത് അന്വേഷിക്കാൻ പോകുമ്പോ ഒരു കൊച്ചിനെ കൊണ്ടൊരു മുറിക്കകത്തിരുത്തുന്നുണ്ടല്ലോ. അപ്പൊ കൊച്ചിനെ ഒന്നും പറ്റത്തില്ല. പക്ഷെ അതിന് മുന്നേ വേറെ ഒരുത്തനകത്ത് കിടന്നപ്പോ ഇറങ്ങി പോയി ഇത് പറയുന്നുണ്ട്. അതിന് പേടി എന്തോന്ന് അറിയാത്തോണ്ട് അത് അവിടെ ഇരുന്നു. ഇതുപോലെ ഒരു എക്സ്പെരിമെന്റ് ആയതുകൊണ്ടാണ് ഒരു കൊച്ചു പാമ്പാ ചുറ്റും. എന്നാ വിഷമുള്ള പാമ്പ് സാധാരണ കൊച്ചിന് പേടിയില്ല, അതിന് കുഴപ്പമൊന്നുമില്ല, പാമ്പെല്ലാം സൈഡിൽ. അതേസമയം നമ്മളിപ്പോ ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ ഓടും. നമുക്ക് പെട്ടെന്നൊരു ജെർക്ക് റിയാക്ഷൻ ഉണ്ടായി നമ്മൾ അയ്യോന്നും പറഞ്ഞു ഓടും. പക്ഷെ ആ കൊച്ചിന് ആ പേടി അറിയത്തില്ല, ഫിയർ നമ്മുടെ ഉള്ളില് ഡെവലപ്പ് ആയിട്ടില്ല. ഇപ്പൊ ചിലവർക്ക് ചില കാര്യങ്ങൾ പേടി, എട്ടുകാലിയെ പേടിയായിരിക്കും. എനിക്ക് പേടി കേട്ടോ. ആണോ? ചിലവർക്ക് ഒരു സീനും കാണും. കാരണം പണ്ട് കൊച്ചിലെ ആണെങ്കിൽ വീട്ടിൽ മാറ്റി ഇത്ര ഉള്ള എട്ടുകാലിയൊക്കെ മതിലേ മതി. അതല്ല മറ്റേ പണ്ടില്ല ഭയങ്കര വലിയ ചിലന്തിയുടെ പടം സിനിമ ഉണ്ടായിരുന്നു ഹോളിവുഡ്. സ്പൈഡർമാൻ അല്ലല്ല, സ്പൈഡർമാൻ്റെ അല്ല, മറ്റേ ഈ അത് കുഞ്ഞുനാള് ഞാൻ ആ സാധനം കണ്ടാന്ന് തോന്നുന്നു. ഇവന്താ ഈ മനുഷ്യരെ തിന്നുന്ന ചിലന്തി അതിന്റെ പടം ഉണ്ട്. അതുകൊണ്ട് ഇതിലുണ്ട്, ഹോളിവുഡിലുണ്ട്. അതിങ്ങനെ കണ്ടാണ് എനിക്ക് ഈ ഇതിനോട് ഫിയർ നമ്മളുടെ ഉള്ളിൽ തന്നെ വരുന്നു. അതെ, വീട്ടിൽ ഇത്ര വലിയ എട്ടുകാലിയാണ് നമ്മള്. അപ്പൊ ചെറുതാകുമ്പോ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഏരിയയിലോട്ട് നമ്മളിങ്ങനെ അതിനെ നോക്കിയിരിക്കും. ഞാനിങ്ങനെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഈ സാധനം ചില സമയത്ത് നമ്മളെ ടാർഗറ്റ് ചെയ്ത് കൃത്യം നമ്മളെ ഇങ്ങോട്ട് ചാടും. പണ്ടാരാണങ്ങാനായിട്ട് നമ്മളെ കിളി ഒറ്റ ഓട്ടം ആയിരിക്കും. നമ്മളപ്പോ പക്ഷെ വീട്ടുകാരോടെ വല്ല പറ അമ്മ വന്നിട്ട് മറ്റേ പാലക്കാട് ചെരുപ്പ് ഇങ്ങനെ ഒരു ഒറ്റടി അടിക്കും. ഇപ്പോഴും ചിലതേ കാണുമ്പോ ഞാൻ അമ്മയെ വിളിക്കാറുള്ള സത്യം. അമ്മ വന്ന് ചൂലും കൊണ്ട് വന്നിട്ട് അടിച്ചു കൊള്ളാം. ബാത്റൂമിലൊക്കെ കേറുന്ന സമയത്ത് ചിലപ്പോ അതും മറ്റേ കോൾഡ് ബ്ലഡ് കില്ലിങ് അത് ഇപ്പൊ എത്താത്ത സ്ഥലമാണല്ലേ ഇങ്ങനെ അടിക്കുക, ഇങ്ങനെ എറിയുമ്പോ ഈ സാധനം അല്ല, എറിയുമ്പോ ചിലപ്പോ ഈ സാധനം മറ്റേ തെറിച്ച് നമ്മുടെ അതെ ഈ ഇതുപോലെ പാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളോർക്ക് അതുവഴി പോവാ, ഇത് പറക്കും ഈ സാധനം ഇടയ്ക്ക്. ഇതിന് പറക്കാനും പറ്റൂ. എന്നാ വിഷയം, പാറ്റയെ നമ്മൾ കാണുമ്പോഴേ പേടിയല്ല, നമുക്കൊരു അറപ്പ്. അപ്പൊ നമ്മളാലോചിക്കും
ഇത് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മാറി ഈ സാധനം പറക്കാൻ തുടങ്ങും. അതുപോലെ വേറെ സീനുണ്ട്. നമ്മൾ ഈ രാവിലെ ഒക്കെ എണീക്കുമ്പോ ഈ അറിയാതെ പോയി ചിലന്തി വലക്കകത്ത് കൊടുക്കും ഒരു പേടിക്കുന്നത്. എനിക്കിപ്പോ ചിലന്തി പോട്ടെ. അയ്യോ അത് സീനാ കേട്ടോ. ചിലന്തി പണ്ട് പടം ഉണ്ടായിരുന്നോ അങ്ങനെ, മറ്റേ ആൾക്കാരെ തില്ലുന്ന ചിലന്തികളുടെ ഒത്തിരി പടം ഉണ്ടായിരുന്നു, മറ്റേ വലിയ സാധനമൊക്കെ. അത് കണ്ട് പേടിയായതോ എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും എപ്പോഴും എനിക്ക് ചിലന്തി പേടിയാ. എനിക്ക് പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് പേടിയുണ്ടായിരുന്നു ഈ ശ്വാസം മുട്ടുന്ന ഒരു പേടിയുണ്ടായിരുന്നു. അതായത് ശ്വാസം മുട്ടി മരിക്കത്തില്ല, വെള്ളത്തിനകത്ത് വീണോ അല്ല നമുക്ക് ശ്വാസം കിട്ടും. അതെനിക്കൊരു ഭയങ്കര പേടിയായിരുന്നു. കാരണം എനിക്ക് എന്തിനാന്ന് അറിയത്തില്ല, എനിക്കത് ആലോചിക്കുമ്പോൾ അങ്ങനെ വന്ന് എന്നാ ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ശ്വാസം ഇല്ലാതെ എന്ത് ചെയ്യും, അങ്ങനെ ഒരു പേടി എനിക്ക് ഉണ്ടായത്. എനിക്ക് അതാണെന്ന് തോന്നുന്നത് ഏറ്റവും അങ്ങനെ എനിക്ക് മരിക്കില്ലെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, ശ്വാസം കിട്ടാതെ മരിക്കില്ലെന്ന്. അതുപോലെ ഒരു വേഴ്സ്റ്റ് വേസ് ഓഫ് വെയ്റ്റ്സ് ടു ഡൈ അങ്ങനെ നോക്കി എന്തോ ആയിരിക്കും. എനിക്ക് ഉറങ്ങുമ്പം മരിക്കണമെന്നുള്ള സീന അല്ല എന്റെ ആഗ്രഹം. വേറെ നിന്റെ എന്തോ ആഗ്രഹം? എങ്ങനെ മരിക്കണമെന്നോ? നമ്മൾ മരിക്കുവാണെങ്കിൽ എങ്ങനെ മരിക്കണം? മരിക്കുവാണെങ്കിൽ ഒന്നും അറിയാതെ, വേദനകളൊന്നും അറിയാതെ മരിക്കണം എന്നുള്ളൊരു ചാവുമ്പോഴേലും ആരെ ബുദ്ധിമുട്ടിക്കാതെ, വേദനകളൊന്നും അറിയാതെ, ഒറ്റ ഒരു രാവിലെ എണീക്കുവാൻ ഡെഡ് ക്ലോസ്. എന്റെ ആഗ്രഹം വല്ല കടുവയോ കടിച്ചു മറ്റേ ഒരു ഗ്ലോറിയസ് ഡെത്ത് ആയിരിക്കും. അല്ലെങ്കിൽ വല്ല ആരെങ്കിലും ഒക്കെ നമ്മളെ എന്തെങ്കിലും ഫൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കുത്തിക്കൊല്ലാൻ നോക്കുക. അങ്ങനെ അതാണ് എനിക്ക് ആഗ്രഹം. സമാധാനവും ശാന്തിയുമായിട്ട് മരിക്കണം. നീ ആലോചിച്ചു, ഒരു കടുവയായിട്ട് മൽപ്പിടുത്തം കഴിഞ്ഞ് നീ മരിച്ചു, പോടാ. ഇതിലും വലിയ നല്ല മരണം കിട്ടാറുണ്ട്. നീ എന്തിനാ കടുവയായിട്ട് മൽപ്പിടുത്തം പിടിക്കാൻ പോകുന്നത്? ഒരു കടുവ വന്ന് നമ്മളതായിട്ട് ഫൈറ്റ് ചെയ്യും, കടുവയോ ലയണോ എന്തേലോ നമ്മൾ ഫൈറ്റ് ചെയ്ത് കുഴപ്പമില്ല, ഇടിയാലും ലയൺ കൊടുക്കാൻ പറ്റും. ചാവറാകുമ്പോ വല്ല സൂയി വല്ലതും പോയാൽ മതി. അവിടുത്തെ ഇതിനൊക്കെ ജീവിതം എടുത്തിരിക്കുന്ന സിംഹവും പുലിയും അവരൊക്കെ വന്ന് അയ്യോ, എനിക്ക് മരിക്കുന്നതിനകത്ത് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ചിലന്തിയുടെ പടം ഉണ്ടെന്ന് പറഞ്ഞില്ലയോ, അതിനകത്ത് ഈ ചെറിയ ചിലന്തിയിലെ മൂക്കിനകത്തൂടെ കയറി തലച്ചൊറക്കെ നിന്ന സീനൊക്കെ ഉണ്ട് അതിനകത്ത്. ഇപ്പോഴും അതെനിക്ക് ഓർമ്മയുണ്ട്. ആ സീനൊക്കെ കണ്ട് ഞാൻ ഡാർക്കായി പോയി കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ചിലന്തിയെ പേടി. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേടികളൊന്നും, പേടി എന്താ പറയുക, സാധാ മനുഷ്യനുള്ള പേടിയൊക്കെ തന്നെ. പാമ്പ് ഇതൊക്കെ കാണുമ്പോൾ പാമ്പിനെയൊന്നും എനിക്ക് പേടിയില്ല. പാമ്പിനെയൊന്നും എനിക്ക് പേടിയില്ല. എനിക്ക് ഈ സാധനത്തിന് അത് എന്തോ ആണെന്നറിയാം. എന്നെ കണ്ണ് ചിലന്തി കടിച്ചിട്ടുണ്ട് 1-2 തവണ. ഒരു തവണ ചുണ്ടിലൊക്കെ കടിച്ചു. പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ചിലന്തി ഒന്ന് കടിക്കുമോ. അതുപോലെ മറ്റേ ഇവിടെ ഏതോ ഒരു രാജ്യത്തുണ്ടല്ലോ മറ്റേ മോസ്റ്റ് പോയിസണസ് സ്പൈഡർ എന്ന് പറഞ്ഞാൽ, അത് കടിച്ചു അതിന്റെ പേര് ബ്ലാക്ക് വിഡോ. എടാ ഓസ്ട്രേലിയയിലെ ഇതിന്റെ എല്ലാ സ്ഥലവും മറ്റേ ആന സൈസുള്ള ഇത് ചിലന്തിയും പാമ്പും എല്ലാം ഉള്ളത്. കാരണം അവിടെ മനുഷ്യവാസം കുറവായോണ്ട് ഉള്ളതാ ഓസ്ട്രേലിയ. അതുപോലെ മറ്റേ ഒരു ഫ്രോഗ് ഉണ്ടല്ലോ, അതിന്റെ തുപ്പൽ കൊണ്ടു കഴിഞ്ഞാൽ ചത്തൊന്ന് ചെറിയ എച്ച് ഉള്ള സാധനം, അത് കാണാൻ പറ്റത്തില്ല. ഇത്രയും അച്ചിരിയും കണ്ടേ ഉള്ളത്. ഇതിനൊന്നും വേറെ പണിയൊന്നും. അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു സ്ഥലത്തെ നമ്മുടെ ചീവീടില്ലേ, മറ്റേ ഒച്ച ഉണ്ടാക്കുന്ന സാധനം. ഈ സാധനം ഒരു ഏത് സ്ഥലത്താണെന്നോ കുറെ ഈ അവിടെ ഒരു പ്രത്യേകത ഈച്ച വന്നു, ഈച്ച ഫ്ലൈസ്. അത് ഈ ചീവീടിനെ പിടിക്കാൻ തുടങ്ങി. അപ്പം ഇത് പിടിത്തം കൂടിയപ്പോഴത്തേക്കും ഈ ചീവീട് പിടിക്കാതിരിക്കാൻ ഇത് ഒച്ച ഉണ്ടാക്കുമല്ലോ, അതിന്റെ ഒച്ച എന്തോ കുറഞ്ഞു പോയി. അതായത് ഇൻസ്റ്റന്റ് എവല്യൂഷൻ സംഭവിക്കും. ഇതിന്റെ ചീവീട് ഒച്ച ഉണ്ടാകുന്ന വെച്ചാൽ അതിന്റെ ചിറകിനെ തമ്മി അടിക്കുന്നതാണ് ഈ സൗണ്ട്. അല്ലാതെ അതുപോലത്തെ സൗണ്ട് ആണ് ഈ ചീവീടിന്റെ സൗണ്ട്. അപ്പം സംഭവം ഈ സൗണ്ട് കൂടുതലുള്ള ചീവീടിനെ അല്ലെ ഈ ഫ്ലൈ പിടിക്കാൻ തുടങ്ങി. അപ്പം സൗണ്ട് എങ്ങനെ തന്നെ കുറഞ്ഞു. ഇത് സർവൈവ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റന്റ് എവല്യൂഷൻ നടന്നു. അപ്പോഴത്തേക്കും ബാക്കിയെല്ലാം ചത്തപ്പോഴത്തേക്ക് ഇപ്പൊ അവിടെ ഉള്ള ചീവീടിനൊന്നും അവരുടെ അത്രയും സൗണ്ട് ഇല്ല, മറ്റേ സാധനമുള്ളത് പിടിക്കാതിരിക്കും. പക്ഷെ അതേസമയം ഈ പിടിക്കുന്ന സാധനം ഇവോൾവ് ആയി. കാരണം ഇതിന് തീറ്റയില്ലാതെ വന്നപ്പോഴത്തേക്കും ഇതിന്റെ കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി എന്തോ മാറി. അങ്ങനെ ഇൻസ്റ്റന്റ് എവല്യൂഷൻ തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ന്യൂസിലെന്തോ പത്രത്തിലെന്തോ വായിച്ച ആ സ്പോട്ടിൽ എവല്യൂഷൻ 6 വർഷങ്ങൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് അല്ലേ ഇവോൾവ് ചെയ്തത്. മറ്റേത് എങ്ങനെയും ജീവിക്കാൻ വേണ്ടി ഒറ്റ പറയും ഇനിയിപ്പൊ മിണ്ടാതിരിക്കാൻ മറ്റേ ഹിയറിംഗ് എയ്ഡൊക്കെ വെച്ച പിടിക്കാനായിട്ട്. എന്തോ കഷ്ടമാവുന്നു. എന്നാ ചെയ്താലും ഇത് എന്തിനീ ഒച്ച വെക്കുന്നത്? ചീവീട് മറ്റേ സൈലൻസറൊക്കെ മിണ്ടല്ലേ.
ടിവിയുടെ എന്തായാലും കിടന്ന് കാരക്കും. ജീവനിന്റെ ഒക്കെ ടിവിയുടെ അകത്ത് വായു കൊണ്ട് വെച്ചോണ്ടായി, ഇത് ശരിക്കും ചിറകിട്ടടി അടിക്കുന്നതിന്റെ സൗണ്ട് അല്ലേ? ഞാനും വിചാരിച്ചിരുന്ന വായ മറ്റേ അതിന്റെ ഒരു അത് വൃത്തിയുള്ള സൗണ്ട് അല്ലേ, ക്രീ ക്രീ പറഞ്ഞിട്ടുള്ള. ഞങ്ങളൊന്ന് വാഗമൺ പോയപ്പോ ഇതിന്റെ ഒച്ചയായിരുന്നു ഫുള്ള്. വേറൊരു ഇട്ടുണ്ട് നമ്മൾ ഈ സാധനം അടിക്കത്തില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല ഒച്ചയായിരുന്നു. ഈ സാധനം വന്ന് ഇവിടെ വന്ന് കൊള്ളുമ്പോഴേ ഒച്ചയായിരുന്നു. നീ ഇങ്ങനെ നോക്കിയാ ഇത് കണ്ടോ, ഇവിടെ വന്ന് അടിക്കുന്ന സൗണ്ട്, അല്ലാതെ ഇവിടുന്ന് തെന്നുന്ന സൗണ്ട് അല്ല അത്. അത് ശരിയാ. രാവിലെ തന്നെ ഒരു ട്രിപ്പായില്ലേ, ശരിയാ. ഇവിടെ വന്ന് അടിച്ചാൽ സൗണ്ട് വരത്തില്ല. അത് ഇത് അങ്ങനെ കണ്ടുപിടിച്ചു നീ? ഇതെനിക്കത് പണ്ടൊരു ക്ലാസ്മേറ്റ്സിന്റെ പുറകിലാണ്ട് എഴുതി വെച്ചിട്ടത് എനിക്കറിയാമേ. ഇപ്പൊ എങ്ങനെ ഓർമ്മ, ക്യാഫീൻ ചെന്നപ്പോ ബ്രെയിനിലെ മറ്റേ പുറകിലത്തെ സാധനമൊക്കെ എവിടെ ഓണായിട്ടുണ്ട്. പഴയ ഓർമ്മ, ചത്തുപോയ ഏതോ സെല്ല് അവസാനം തീരുന്നതിന് മുമ്പ് ഒന്ന് ഓണായി. മറ്റേ അണയുന്നതിന് മുന്നേ മറ്റേ തീ ആളി കത്തുന്ന് പറയുന്നത് നമ്മളെ ഒരാഴ്ച സെല്ലിനെ അങ്ങ് നശിപ്പിക്കുകയല്ലേ. അയ്യോ, അങ്ങനെ എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഇല്ല നമുക്ക് അറിയാത്ത. നമുക്ക് ഇനിയും ഓരോരോ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് അറിയണം. അതെ, ഇത് നമ്മള് നമുക്ക് അറിയാത്തതായിട്ട് എന്തോരം കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു മൈലും അറിയില്ല. അതെ, നമ്മള് ശരിക്കും ഇഗ്നോറന്റ്. നമ്മളെല്ലാത്തിനെ എങ്ങനെ എന്താ ഒരു ഇപ്പം ഒന്നും എങ്ങനെ അങ്ങ് പോയാൽ മതി എന്നുള്ള ആ ഒരു ഇതിലാ ഇങ്ങനെ ഇരിക്കും. എന്തോരം കാര്യങ്ങൾ അറിയാനും ഫ്രീ ആയിട്ട് എല്ലാം ഉണ്ട്. യൂട്യൂബിലെ വീഡിയോ നമ്മൾ കാണുന്ന സാധനം പന്നയായോണ്ട് നമ്മൾ അറിയാൻ മേലത്. കണ്ട ആറാട്ടന്മാരൊക്കെ വന്ന് നിൽക്കുന്ന ഇപ്പൊ കാണുന്നത്. അതെ, അത് ഇതിന് പേര് എന്തുമാത്രം ഇൻഫർമേഷൻ ഉണ്ടെന്ന് നമുക്ക്. പക്ഷെ അത് എന്താ പറയുക, ഞാൻ ഒരു സമയത്ത് ഞാൻ വായിക്കത്തില്ല. എനിക്ക് ആ വായിക്കുന്ന സമയത്ത് എനിക്ക് ഒരു അറിവിനോടുള്ള ഒരു തേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ എനിക്ക് അറിയണം എന്ന് പറയും എപ്പോഴും ഇരുന്ന് ഞാൻ വായിക്കുമായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ട്രിപ്പ്. നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഭ്രാന്ത് നമുക്കിങ്ങനെ ഓരോ വായിക്കുമ്പോഴേ വായിച്ച ഒരു പോയിന്റ് നമുക്കിങ്ങനെ ഇതിങ്ങനെ ആയിരുന്നു മൈൻഡ് ബ്ലോയിങ് സാധനം വരത്തില്ല. അല്ല, ഇപ്പോഴത്തെ ഈ സാധനം തന്നെ ഒരു വന്നില്ല. നമുക്കൊരു സാധനം 28 വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ സാധനത്തിന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും അറിയത്തില്ല. ഇതിപ്പോ നമ്മൾ ഇവരുടെ അടുത്ത് നമ്മളിവിടെ ഉള്ളവരുടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്തൊരു നീ ഒരു പണ്ഡിതനാണോ? അങ്ങനെ നമ്മളെ ശരിക്കും വായിക്കുമ്പം ചില ലൈനൊക്കെ നമ്മളെ മൈൻഡ് ബ്ലോയിങ് ആണ്. നമുക്ക് ഇവിടെ ഒരു സാധനം എങ്ങനെ വരും, അങ്ങനെ ആയിരുന്നോ, അതായിരുന്നോ സാധനം, അതാണോ? പിന്നെ ചിന്തിച്ച് പോയാൽ ശരിക്കും നമുക്ക് വട്ടായി പോകും. ഇപ്പൊ തന്നെ നമ്മുടെ ഹിസ്റ്ററി വായിച്ചിട്ടുണ്ടോ? ഞാൻ കുറെ വീഡിയോസ് ഒക്കെ ഹിസ്റ്ററി നൈസാ. ഇങ്ങനെ ഓരോരോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതിന് മുന്നേ സംഭവിച്ച കാര്യങ്ങൾ അറിയാൻ. പക്ഷെ ഇതിനകത്തൊക്കെ കുറെ കോൺട്രവേഴ്സി ഉണ്ടെന്നാ പറയുന്നത്. അത് എല്ലാ ഹിസ്റ്ററിയും ജയിച്ച ആൾക്കാർ എഴുതുന്നത്. പണ്ട് യുദ്ധം നടന്ന് ജയിക്കുന്ന ആ ജയിച്ച സൈഡാണ് ഹിസ്റ്ററി എഴുതുന്നത്. അപ്പം ഹിസ്റ്ററി എപ്പോഴും ബയസ്ഡ് ആയിരിക്കും. നമ്മളെ നോക്കുക വെച്ചാൽ കുറെ പേരുടെ ഹിസ്റ്ററി എടുക്കുക, എല്ലാം കൂടെ നോക്കുക, അവരുടെ സോഴ്സസ് നോക്കുക. അതൊന്നും നോക്കാൻ സമയമില്ല. നമ്മളിപ്പോ അപ്പളായത് ഇതാ കേട്ടോ മറ്റേ സാധനം അങ്ങനെ വിചാരിക്കത്തുള്ളൂ. നിനക്ക് ഹിസ്റ്റോറിക്കൽ പരമായിട്ട് ഇന്ത്യയിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഏതാ? ഹിസ്റ്റോറിക്കലായിട്ട് ആരെങ്കിലും അറിയാമോ? ഇന്ത്യയിൽ ആർക്കറിയാം. ഇന്ത്യയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഹോമി ബോസ്, പുള്ളിയുടെ പേരെന്തായിരുന്നു, മറ്റേ നമ്മളെ ന്യൂക്ലിയർ പ്രോഗ്രാം കൊണ്ടുവന്ന ഒരാളുണ്ട്, ഡോക്ടർ ഹോമി ബോസ് അങ്ങനെ പുള്ളി. അദ്ദേഹം കാരണമാണ് ഇവിടെ ഇന്ത്യയിൽ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ടാവുകയും നമ്മൾ ആദ്യമായിട്ട് ന്യൂക്ലിയർ ടെസ്റ്റ് ചെയ്ത് നമുക്ക് അതൊക്കെ ചെയ്യുന്നത്. പുള്ളി ഇന്ത്യക്കാരനാണ്. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മുടെ ടാറ്റയില്ലേ, ഇപ്പോഴത്തെ ടാറ്റയുടെ അപ്പനില്ലേ മെയിൻ ടാറ്റ, പുള്ളിക്കാരൻ്റെ ഒരു നെഫ്യൂ ആയിട്ട് വരും. പുള്ളിയാണ് ഇയാളുടെ ആഗ്രഹങ്ങളൊക്കെ ഫണ്ട്. പുള്ളി ഇന്ത്യയിലൊന്നും അല്ല കേട്ടോ പഠിച്ചത്, എല്ലാം വെളിയിലത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് പഠിച്ചത്, ലണ്ടനിൽ അവിടെ കണ്ട്. പുള്ളി പറയുന്നത് ഞാൻ വായിച്ചു പറഞ്ഞു, പുള്ളിക്കാരൻ ഇന്ത്യ വന്നിട്ട് പുള്ളി ഫിസിക്സിന്റെ ആളാണ്, ക്വാണ്ടം അതിൻ്റെയൊക്കെ. ഇവിടെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആരും ഇല്ല. പുള്ളിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലായിരുന്നു. ഈ ന്യൂക്ലിയർ പുള്ളി എന്ന് പറഞ്ഞാൽ ഫിസിസിസ്റ്റ് അല്ലേ. ഇവിടെ വന്ന് ഇവിടെ ഉള്ളവന്മാരുടെ ചക്കയും മാങ്ങയൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. പുള്ളിയുടെ വിഷമാണ് എനിക്ക് എങ്ങനെ അവിടെ എന്തോ യുദ്ധമോ എന്തോ പ്രശ്നം കാരണം പുള്ളിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല ലണ്ടനിലോട്ടോ UK-ലോട്ടോ. പുള്ളിയുടെ വിഷമം എന്താന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇവിടെ വന്ന ആരോടും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ ആരും ഇല്ല ഇവിടെ. പുള്ളിക്ക് തിരിച്ചു പോകണം. പിന്നെ ലാസ്റ്റ് പുള്ളി പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഇത് തുടങ്ങുമായിരുന്നു. പുള്ളി നീ നോക്കിയാൽ മതി, നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഫേമസ് ഫിസിസ്റ്റിൻ്റെ കൂടെ ഒക്കെ പുള്ളി നിൽക്കുന്ന ഒക്കെ ഉണ്ട് ഫോട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ.
ഒരു നമുക്ക് അധികം പേർക്ക് അറിയാത്ത ഒരു സംഭവമാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു യൂട്യൂബ് വീഡിയോ എടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് നമുക്ക് മലയാളത്തിൽ. അതായത് ഇങ്ങനെ ആനിമേഷൻ, ഞാനിപ്പോൾ ആനിമേഷൻ കുറച്ച് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആനിമേഷനൊക്കെ പഠിച്ച് ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവരാരായിരുന്നു, അല്ലെങ്കിൽ വേറെ നമുക്കിത് അറിയാത്ത കാര്യങ്ങളൊക്കെ അതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഇപ്പോൾ ഒരു ഗോള്. ഞാനിപ്പോൾ അതിങ്ങനെ, പക്ഷേ പ്രശ്നം വെച്ചാൽ ലാപ്ടോപ്പ് സമ്മതിക്കുന്നില്ല. ലാപ്ടോപ്പ് ഏത് സോഫ്റ്റ്വെയർ ഇട്ടാലും മറ്റേ ഇങ്ങനെ നോക്കിയിരിക്കണം. ലാപ്ടോപ്പിനെ നമുക്ക് തന്നെ കഷ്ടം തോന്നും ലാപ്ടോപ്പിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ. സോറി, ബുദ്ധിമുട്ടിച്ചാലും ക്ഷമിക്കണം. അതൊക്കെ വലിക്കുക. അത് നമുക്ക് ഇടാം, അത് സാധനം സെറ്റ് ചെയ്യാം. കുറച്ച് പക്ഷെ അത് കുറെ റിസർച്ച് ചെയ്യണം, കുറെ ഇത് ആനിമേഷൻ ഒക്കെ പണി, നല്ല പണിയുണ്ട്. നറേറ്റ് ചെയ്യണം. തൽക്കാലം ഇങ്ങനെ പോട്ടെ, നമുക്കത് അതിപ്പം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് കുറെ ഫ്രീ ടൈം വേണം. നമുക്ക് ആഴ്ചയിലെ 2 ദിവസം വെച്ച് അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് രാവിലെ ചെയ്യാനിരുന്ന ഒരു വൈകിട്ടാവും അതിൻ്റെ ഒരു ഇത്ര ശതമാനം തീരെ. നമ്മളത് ഫുള്ളി 100% അത് കമ്മിറ്റ് ചെയ്താലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാ ചൂടല്ലേ, ഭയങ്കര ചൂട്. ഉള്ള കാഫീനെല്ലാം ചെന്ന് കത്തു വന്നു ശരീരത്തിന്. എനിക്ക് മറ്റേ പുള്ളിയെ ഭയങ്കര ഇഷ്ടം, APJ അബ്ദുൽ കലാം. പുള്ളി നൈസ് മനുഷ്യനാണ്. ഞാൻ പുള്ളിയുടെ ബുക്ക് വായിച്ചിട്ടുണ്ട്, കൊച്ചിലെ. പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഞാനും വായിച്ചിട്ടുണ്ട് ആ സാധനം. ഇപ്പല്ല, പണ്ട് ഇപ്പൊ വായിച്ചിട്ട് കുറേ ആയി. എടാ ഇന്ത്യ എന്തോ വിറ്റ സൈക്കിളിലൊക്കെ മിസൈല് കൊണ്ടുപോകും. എന്തോ സീനാ പുള്ളി. അവിടെ അവന്മാര് മറ്റേ $1 ഡോളർ കളിക്കുന്നത്. നമ്മളിവിടെ മറ്റേ അവതാറിന്റെ ബഡ്ജറ്റിന്റെ അത്രയില്ല നമ്മുടെ സ്പേസ് പ്രോഗ്രാം ഒന്നും. നമ്മളെ സ്പേസ് പ്രോഗ്രാം ഭയങ്കര അടിപൊളിയാണ്. എടാ നമ്മുടെ നീ വിക്കിപീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കാണാം, നമ്മൾ ഓരോ തവണ സാറ്റലൈറ്റ് ലോഞ്ച് മറ്റേ ഇവിടുന്ന് ഇത് മറ്റേ PSLV GSLV ഒക്കെ വിടുന്ന സമയത്ത് പല രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളുണ്ട് അവര് നമ്മളെ ഒരു ഇതായിട്ട് അവിടെ പോയി ലോഞ്ച് ചെയ്യുന്ന ഒത്തിരി സാറ്റലൈറ്റുകളുണ്ട്. എന്നെ ഒന്ന് GSLV ആണെന്ന് തോന്നുന്നു ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് തോന്നുന്നു. ഗ്ലോബൽ സാറ്റലൈറ്റ് അറിയാത്തോണ്ട് പറയാം. പോളാർ, കാരണം ഞാനിത് GK പഠിച്ചിട്ടുണ്ട്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. നമുക്ക് സ്വന്തമായിട്ട് നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. എന്തോ ഒരു ഇന്ത്യൻ പേര് വെച്ചുള്ള നാവിക് എന്നും പറഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ട് 1500 കിലോമീറ്റർ, ഇന്ത്യക്ക് 1500 കിലോമീറ്റർ ചുറ്റളവിലേ ഉള്ളൂ അതിന്റെ ഇത്. നമ്മളെ എനിക്ക് തോന്നുന്നു നേവി മിലിറ്ററി യൂസ് ചെയ്യുന്നത് എനിക്ക് അതാന്ന് തോന്നുന്നു. എടാ ഇപ്പോഴത്തെ GPS ഇല്ലേ നമ്മളെ ഗൂഗിൾ മാപ്സിൽ, ഇതെല്ലാം മറ്റേ അമേരിക്കൻ മിലിറ്ററിയുടെ ആയിരുന്നു. പിന്നെ അത് പബ്ലിക്കിന് ഫ്രീ ആക്കി കൊടുത്തതാ. അതിനകത്ത് വേറൊരു ഇതുണ്ട്, ഇവന്മാർക്ക് മറ്റേ നമ്മളെ സർവൈലൻസ് ചെയ്യാൻ എല്ലാത്തിനും എല്ലാ ഡേറ്റാസ് അവരുടെ കയ്യിലല്ലേ. ഇപ്പൊ തന്നെ ഇന്ത്യക്ക് കൂടെ മറ്റേ നീ കണ്ടിട്ടില്ലേ മാപ്പിനകത്ത്, ഗൂഗിൾ മാപ്പിനകത്ത് ഈ വണ്ടി പോയി എല്ലാ ഫോട്ടോയും ഇപ്പോഴും ഞാൻ നമ്മളടുത്ത് വീടിന്റെ ഫോട്ടോ ഒക്കെ പണ്ട് നോക്കത്തില്ല. ഇപ്പഴാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുമല്ലോ. പക്ഷെ പണ്ടത്തെ ഫോട്ടോ എന്റെ വീട് പുതുക്കി ഇവര് ഇത്ര വർഷം കുടുംബം ഒരു ഇത് ആ ഫോട്ടോയ്ക്കകത്ത് കുറെ ആൾക്കാരും ഉണ്ട്. എന്നാ മോഹം ബ്ലേഡാ ആൾക്കാർ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം കണ്ടു. അതായത് ഒരു പുള്ളിക്കാരൻ മരിച്ചുപോയി. പക്ഷെ എന്തോ ഗ്രാൻഡ് പേരന്റ് എന്തോ ഒരു പെണ്ണിന്റെ മരിച്ചുപോയി. പക്ഷെ ഗൂഗിൾ ഫോട്ടോയിൽ ഇപ്പോഴും പുള്ളിയും ആ കൊച്ചും നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. അത് കുറെ നമ്മുടെ ഡേറ്റാസ് കുറെ അങ്ങനെ മറയിലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഡേറ്റ എന്ന് പറഞ്ഞ സാധനം പറഞ്ഞ ഇപ്പൊ പ്രൈവസി ഇല്ല. പ്രൈവസി ഒട്ടുമില്ല. ആർക്ക് വേണേലും നമ്മുടെ എന്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. നമ്മളത് ഫൈറ്റ് ചെയ്യാതെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എടാ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ഒരു മറ്റേ എന്താ IT ബൂം വരുന്നതിന് മുന്നേ ഇത് തുടങ്ങുന്ന സമയത്തൊക്കെ ഫൈറ്റ് ചെയ്താലേ എന്തെങ്കിലും. അല്ല ഫൈറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, അല്ല മീനിങ്ലെസ് ആ ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ നമ്മളും കുറെ മണ്ടത്തരങ്ങളാണ്. നമ്മൾ വിചാരിക്കും ഈ ഓരോ മോളിലൊക്കെ പോകുമ്പോൾ സ്ക്രാച്ച് ആൻഡ് വിൻ കിട്ടത്തില്ല, നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ നമുക്ക് ഇത് കിട്ടും. അതല്ല ഇതിന് വേണ്ടിയാ, നമ്മുടെ ഡേറ്റയ്ക്ക് വേണ്ടി. പിന്നെ ഞാൻ പറയാം, കോളേജുകൾ ഇങ്ങനെ കോഴ്സ് നടത്തും ഫ്രീ ആയിട്ട്. നമ്മളായിരിക്കും ഇവന്മാരെന്തിനും ഇത്ര നന്മയുള്ളവന്മാരാണ്. ഒരു കോഴ്സ് നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക്. ഇതെല്ലാം നമ്മുടെ ഡേറ്റയ്ക്ക് വേണ്ട. ഈ ഡേറ്റ നീ നോക്കിയാൽ നീ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിനക്ക് ദൂരെ കോള് വരും ഓരോ സ്ഥലത്തുനിന്ന്. അബ്രോഡ് എഡ്യൂക്കേഷന് താല്പര്യമുണ്ടോ, ഈ ജോലിക്ക് താല്പര്യമുണ്ടോ, ലോണിന് താല്പര്യം. ഇതെല്ലാം ഇവന്മാർ ഈ ഡാറ്റ ശേഖരിച്ചിട്ട് ഇത് വിൽക്കും. കാരണം കമ്പനികൾക്ക് ഇത് വേണമല്ലോ, പ്രോസ്പെക്ട്സ് വേണമല്ലോ ഇത് വിളിക്കാൻ വേണ്ടി. ഇവരിൽ നിന്ന് പൈസ കൊടുത്ത് ഈ ഡേറ്റ മേടിക്കുന്ന. ഞാൻ എൻ്റെ കോളേജിൽ വന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു NDTയുടെ ഒരു കോഴ്സ് ഞാൻ അപ്പോഴും ആയിരിക്കും ഇവന്മാരെന്തിനു ഇത് ചെയ്ത്. നമുക്ക് ചുളുവിനൊരു സർട്ടിഫിക്കറ്റും കിട്ടി. ഞാൻ ഇവന്മാർ വന്ന് ഇവിടെ സമയം കളഞ്ഞ് എന്തിനാ ഈ ചെയ്യുന്നതെന്ന് നമ്മളപ്പോൾ ഒരു പേപ്പർ നമുക്ക് തരും. നമ്മളതിനകത്ത് നമ്മുടെ പേരും ഇമെയിൽ ID എഴുതി കൊടുക്കും, നമ്പരും. പിന്നെ നമ്മുടെ ഇമെയിൽ നമ്പർ ഇതെല്ലാം
പബ്ലിക് പോയി. ഒരാൾ സെല് ചെയ്താൽ പിന്നെ എത്തിയല്ലോ എല്ലായിടത്തും. എല്ലാരും അടുത്ത സെയിൽ അടിക്കും. അവരും എല്ലാം ഇങ്ങനെ സെയിൽ അടിച്ച് അതാണ് ഈ സ്കാം കോൾസ് വരുന്നതെല്ലാം എങ്ങനെയാ. നമുക്ക് എപ്പോഴും എന്നോട് ചോദിക്കും മറ്റേ വെളി പഠിക്കാൻ, ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കും, എന്നോട് ചോദിക്കാം പഠിക്കാൻ പോകാൻ താല്പര്യമുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് കോള് വരും. പിന്നെ ലോണിന് താല്പര്യമുണ്ടോ, ജോലി കിട്ടിച്ചാൽ ലോൺ താല്പര്യം, അങ്ങനൊക്കെ. ഇപ്പൊ നമ്മൾ ഈ ബജാജിന്റെ EMI ഒക്കെ എടുക്കുവാണെങ്കിൽ അതുപോലെ മെസ്സേജുകൾ വരുന്നത് ഒരു ദിവസം എന്തോ ചവറ് മെസ്സേജ് വരും. വാട്സാപ്പിൽ വരും. വാട്സാപ്പിൽ ഇപ്പൊ എപ്പോഴുന്നൊക്കെയാ വരും. വാട്സാപ്പിൽ എനിക്കിപ്പോ മറ്റേ ബജാജ് EMI കാർഡിന്റെ ക്രെഡിറ്റ് ലിമിറ്റ് 7 ലക്ഷം രൂപ, പിന്നെ HDFC ക്രെഡിറ്റ് ലിമിറ്റ് 2 ലക്ഷം രൂപ. ഇതൊന്നും പക്ഷെ ആവശ്യമുള്ളപ്പോ കിട്ടത്തില്ല. എടാ വാട്സാപ്പിൽ വരെ ഇപ്പൊ എത്ര, ഞാനെല്ലാം ബ്ലോക്ക് ചെയ്യും. പിന്നെയും ഒരിടയ്ക്ക് എനിക്ക് എന്നും, പക്ഷെ നമുക്ക് ശരിക്കും ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. ഇവരുടെ കാരണം റൂൾസ് അനുസരിച്ച് അങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നമ്മളത് ഒന്ന് മെനക്കെടണം. ഇത് അൺസബ്സ്ക്രൈബ് ചെയ്താൽ വരത്തില്ല. പക്ഷെ ഒരു പ്രാവശ്യം കൂടെ അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പോകണം. ഇങ്ങനെ വന്നോണ്ടിരിക്കും. ജിമെയിലതൊക്കെ ഫുള്ള് സ്പാം. എത്ര മെയിലാ വരുന്നത് ഒരു ദിവസം. എന്തുവാന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഞാനൊരു പ്രാവശ്യം ഇതുപോലെ മറ്റേ അലിബാബയുടെ സൈറ്റിൽ കയറി ചുമ്മാ എന്തോ ഒരു സാധനം ഇങ്ങനെ ഓർഡർ ചെയ്യാം നോക്കി. ഇപ്പൊ മെയിൽ എല്ലാം കൊടുത്ത് മറ്റേ ലോഗിൻ ചെയ്തിടുമല്ലോ. ഇപ്പൊ മെയിലിനകത്ത് മൊത്തം വരുന്ന അലിബാബ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ്. കാരണം നമ്മളൊരു സൈറ്റിൽ കയറി നമ്മളോട് ആദ്യം പറയുന്നത് ലോഗിൻ ചെയ്യാൻ. അവര് പറയുന്ന സൈറ്റ് ഫ്രീ ആണ് യൂസ് ചെയ്യാൻ. പക്ഷെ സൈറ്റ് ഫ്രീ അല്ല ആക്ച്വലി. ഇവിടെ ഒരു സാധനം ലോകത്ത് ഫ്രീ അല്ല. ഒരു ഡോക്യുമെന്ററി ഉണ്ട്. ഇത് അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളൊരു വെബ്സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ, ഒരു ആപ്പ് യൂസ് ചെയ്യുക, അത് ഫ്രീ ആണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ സാധനം അവര് സെല്ല് ചെയ്യുന്നത് നിങ്ങളെയാണ്. നമ്മുടെ ഡേറ്റയാണ് അവർ. അതുകൊണ്ടാണ് നിങ്ങൾ ഫ്രീ ആവുന്നത്. അല്ല ചുമ്മാ ഈ ലോകത്ത് ആരും ഒന്നും തരത്തില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ അക്കൗണ്ടിൽ കാശ് കാണുമല്ലോ. അതെ. ഇവിടെ ഇപ്പൊ നമ്മളോട് കയറുമ്പോൾ നമ്മളോട് പറയും നമ്മൾ ഇത് എങ്ങനെ സൈനപ്പ് ചെയ്യുക, ലോഗിൻ ചെയ്യും. പിന്നെ ചില സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മൾ ഇപ്പം ഒരു PDF സോഫ്റ്റ്വെയർ അത് നമ്മളെല്ലാം ചെയ്ത് അവസാനം ഡൗൺലോഡ് ചെയ്യുമ്പോൾ പെയ്ഡ് പ്ലാൻ എടുക്കണം, അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നും പറഞ്ഞായിരുന്നു. ഫുള്ള് ഉടായിപ്പാ. നമ്മള് വിചാരിച്ചു ഒരു കാര്യവും ഫ്രീ അല്ല ഈ ലോകത്ത്. ഫ്രീ ആണെന്ന് പറയുകയാണ് പ്രോഡക്റ്റ് നമ്മളാ. അതാണ് സംഭവം. അയ്യോ, അതുപോലെ തന്നെയല്ലയോ മറ്റേ ഈ നമ്മളുടെ ഈ സിം എടുക്കുന്ന സമയത്ത് ആധാർ കാർഡ് കൈകളിൽ കൊടുക്കുമ്പോൾ അവന്മാരിത് ഈ പരിപാടി ചെയ്യും. അത് നമ്മുടെ ഡേറ്റ അല്ലേ പോകുന്നത്. പിന്നെ നമ്മുടെ ഫുൾ ഡേറ്റ അതിനകത്തില്ലേ. ഫോട്ടോ, ബയോമെട്രിക്, പിന്നെന്താ ഫേസ് എല്ലാം പോകും. ബ്ലഡ് വരെ ഏതാണെന്ന് അറിയാൻ പറ്റുമോ? പക്ഷെ അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഈസി ആയി. ഇപ്പം പണ്ട് കുറെ പേപ്പർ വർക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല ഇപ്പൊ നമുക്ക് ഇപ്പൊ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനോ നമുക്ക് തന്നെ ഇരുന്ന ഒരു ചെയ്യാന്നേ ഉള്ളൂ. അങ്ങനെ കുറെ ഗുണങ്ങളും ഉണ്ട്. പക്ഷെ അടുത്ത കോസ്റ്റ് ഓഫ് നമ്മുടെ രണ്ടും ഗുണവും ദോഷവും നോക്കുമ്പോൾ കൂടുതലും ദോഷങ്ങളാ ഉള്ളത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ലീക്ക് എന്നൊക്കെ ഒന്നും പറയുന്ന വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. കാരണം ഇത് ഓൾറെഡി നമ്മുടെ എല്ലാം പോയി കഴിഞ്ഞു. ഇനിയിപ്പൊ പ്രത്യേകിച്ച് ലീക്കാവാനൊന്നുമില്ല. ഇനിയിപ്പൊ പോകാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മറ്റേ ഹാക്കർ എല്ലാം വന്ന് ബാങ്കിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് കാശ് അടിച്ചുകൊണ്ട് പോകും. അതും വേണം അവർക്ക് അതും എടുക്കുന്നുണ്ടല്ലോ ബാങ്കുകൾ. ഇപ്പൊ നീ ഒന്ന് നോക്കിയേ, മറ്റേ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ്, ATM കാർഡ് മെയിൻ്റനൻസ് ചാർജ്, പിന്നെ മറ്റേ മിനിമം ബാലൻസിന്റെ ചാർജ്, മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഉള്ള ഒരു MAB എന്താ മിനിമം അക്കൗണ്ട് ബാലൻസ് മെയിൻ്റനൻസ് ഫീസ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത്. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ RBIയുടെ റൂൾ പ്രകാരം ഇതൊന്നും നമ്മുടെ ഒരിക്കലും നമ്മുടെ അക്കൗണ്ട് നെഗറ്റീവ് ആക്കാൻ പറ്റത്തില്ല ബാങ്കുകൾക്ക്. സീറോ ഇത് അതിന് എന്തോ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് പിന്നെ ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ യൂട്യൂബില് പ്രീമിയം എടുത്തു, എല്ലാ മാസം ഓട്ടോമാറ്റിക് ആയിട്ട് പൈസ EMI എടുക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് പൈസ കട്ടായിക്കൊണ്ടിരിക്കുന്നു. അത് പിന്നെ നമ്മൾ അക്നോളജ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന സാധനമല്ലേ. പക്ഷെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഉണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അവര് സർവീസ് പ്രൊവൈഡേഴ്സിന് അവർ ഇത്ര പൈസ ഒരാളുടെ ഈ ചില ബാങ്കുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഫെഡറൽ ബാങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫെഡറൽ ബാങ്കിലൊക്കെ ചിലപ്പോൾ തിരിച്ചു വരുമെന്ന് തോന്നുന്നു പൈസ. ഈ ICICI ബാങ്കിന് എത്ര രൂപയാണ് പിടിക്കുന്നതെന്ന് അറിയോ അവന്മാർ? ഭയങ്കര ചാർജ് കൊടുത്തതാ അവന്മാർ. അല്ല ഇപ്പം പുതിയ ATM ഉണ്ടല്ലോ, ഇത്ര ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ നമ്മള് ട്രാൻസാക്ഷൻ ഫീസ് ഒക്കെ കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ലേ, അത് എത്ര മൂന്നോ? അത് എനിക്ക് തോന്നുന്നു സെയിം ബാങ്കിന്റെ ആണെങ്കിൽ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. മറ്റേ നമ്മൾ ഫെഡറൽ ബാങ്കിന്റെ ഇപ്പൊ ഫെഡറൽ ബാങ്കിൽ തന്നെ എടുക്കുവാണെങ്കിൽ എടാ ഇപ്പൊ ആരാ ATM യൂസ് ചെയ്യുന്നത്? ശരിയാക്കും എല്ലാം. നീ നോക്കി ഇപ്പൊ നമ്മളിപ്പോ 2-3 നീ എത്ര രൂപ കയ്യിലെടുത്ത് വെച്ചു? എന്റെ സത്യം പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് ഇല്ല. എന്റെയിലും ഇല്ല. ഒരു ഫോൺ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പെട്ടു, തീർന്നു. പിന്നെ മറ്റേ പാത്രം കഴുകിയോ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ഇതിന്റെ എഫക്റ്റീവ്നെസ് മനസ്സിലായത്.
ഈ വഴി സൈഡിലുള്ള പച്ചക്കറി വിൽക്കുന്ന ചേച്ചിയുടെ വരെ ഇപ്പം മറ്റേ UPI സ്കാനർ അതുപോലെ വൈഡ് ആയിട്ട് ഇത് ഇംപ്ലിമെന്റ്. ഞാൻ നിന്നോട് വേറെ നിനക്ക് പേഴ്സണലി ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനം നിനക്ക് ഒരു നല്ല സംഭവമായിട്ടാണോ അതോ ഒരു നെഗറ്റീവ്? എനിക്ക് പേഴ്സണൽ എനിക്ക് നല്ല സംഭവമായിട്ടാണ്. അതെന്താ? കാരണം ഭയങ്കര ഈസിയാ, ഒന്നും ചെയ്യണം, എല്ലാം കൊടുക്കാം. അല്ല, പൈസ സേവ് ചെയ്യുന്ന ഒരു ഇത് വെച്ച് നോക്കാം. അല്ല, എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. കാരണം ഞാൻ പൈസ വരുമ്പോൾ തന്നെ സ്പ്ലിറ്റ് ചെയ്യും. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചിലവാക്കുന്നതിന് മുമ്പ് ഞാൻ സെറ്റ് ചെയ്യും, എന്നിട്ടേ ഞാൻ ചിലവാക്കും. എനിക്കിത് ഭയങ്കര എളുപ്പമാണ്. കാരണം ചില്ലറ വേണ്ട, പിന്നെ കൃത്യം പൈസ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കാരണം നമുക്ക് ഇപ്പൊ ഊബർ ആണല്ലോ എന്താണേലും നമുക്ക് വരുന്നതിന് മുമ്പേ കൊടുക്കാം. നമുക്ക് ഇറങ്ങി വരുമ്പോൾ കിടന്ന് ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്നാ പറഞ്ഞാൽ എളുപ്പമല്ല, ഈസി അല്ലേ, ജസ്റ്റ് കൂടെ ഇത് ക്യാഷ് എടുത്ത് വെക്കണ്ട. പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ പോകുന്ന ഇത് വന്ന അത് നമ്മുടെയും കൂടെ ഒരു നമ്മുടെ ഒരു ഇത് നമ്മള് മറ്റേ ഫസ്റ്റ് ഇത് നമ്മള് പൈസ പോകുന്ന അറിയത്തില്ല. ഇതിനെ തുടക്കം എങ്ങനെയാണെന്ന് അറിയോ? ഇതിനെ തുടക്കം GPay വരുന്നതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ വന്ന് നമ്മളെ ഫസ്റ്റ് ക്യാഷ് ഓൺ ഡെലിവറിയുടെ സാധനം, അതാണ് നമ്മളെ ഈ പൈസ ഇല്ല അത് നമുക്ക് ഇത് ചെയ്യാന്നുള്ള ആ ഒരു സാധനം നമുക്ക് ഫസ്റ്റ് വന്നത്. അതിനുശേഷം ഗൂഗിൾ പേ വരുന്നത്. ഗൂഗിൾ പേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതും ഇതും കൂടെ ലിങ്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ പൈസയെ കൈ വേണ്ട എന്നുള്ള ഒരു സാധനമായി. പിന്നെ EMI ഇത് പൈസ കൊടുക്കാതെ മേടിക്കാൻ പറ്റും, പൈസ കൊടുക്കാതെ വാങ്ങിക്കാൻ പറ്റും, മാസം ഇൻസ്റ്റാൾമെന്റ് അനുസരിച്ച് കൊടുക്കാൻ പറ്റും. ATM കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് അത്ര പ്രശ്നമില്ല. പക്ഷെ നീ ആലോചിക്കും, ഇപ്പൊ നിനക്കൊരു സാധനം മേടിക്കണ EMI ഇൻസ്റ്റാൾമെന്റ് വെച്ച് കൊടുക്കാൻ നല്ലതല്ലേ അത്? അല്ലെങ്കിൽ ഞാനിപ്പോ ആലോചിക്കാം, EMI-യുടെ കാര്യമല്ലടാ ഞാൻ പറഞ്ഞത്. ഓക്കെ, EMI നമുക്ക് അതാണ്, EMI ആണ് ഒരു പരിധി വരെ നോക്കുമ്പോൾ നമുക്ക് ബെറ്റർ. ഇപ്പോൾ ഒരു വർഷത്തെ ഒരു ഇതൊക്കെ ഇട്ട് എടുക്കുവാണെങ്കിൽ EMI ആണ് എപ്പോഴും നമുക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ അല്ല, നമ്മൾ ഈ നോർമൽ ഇപ്പോൾ പോകുമ്പോൾ നമ്മളവിടെ പോയിട്ട് ഒരു 10 രൂപയുടെ ഒരു ഇപ്പം തന്നെ പോയിട്ട് നമ്മളൊരു ഡയറ്റ് ഒക്കെ വാങ്ങി 40 രൂപ. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്കൊരു കണക്കുണ്ട്, ഇത്രയും രൂപ പോയല്ലോ എന്നുള്ളത്. മറ്റേ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് പോകുമ്പോൾ നമ്മളിത് കാണും, ചെറിയ പൈസ 40 രൂപ അല്ലേ ഉള്ളൂ. പക്ഷേ അറ്റ് ദ എൻഡ് ലാസ്റ്റ് വന്ന് മറ്റേ അടിച്ചു നോക്കുമ്പോൾ പൈസ പോകാത്തപ്പോഴാണ് അറിയുന്നത് അക്കൗണ്ടിൽ കിടക്കുന്ന കാശ്. ഇപ്പം നീ മറ്റേ സെറ്റ് ചെയ്യുന്നതൊക്കെ ഓക്കെ, പക്ഷെ എന്നാലും നമുക്ക് ഇപ്പം നീ ഒരു 10,000 രൂപ നിന്റെ ഒരു മാസത്തെ ചെലവിന് വേണ്ടിയിട്ട് വെച്ചു. ആ പൈസക്കകത്തു നിന്ന് ഇതിങ്ങനെ നമ്മൾ അടിച്ചടിച്ച് മറ്റേ കയ്യിലിരിക്കുകയാണെങ്കിൽ നിനക്കൊരു ഇതുണ്ട്, ഇത് ഇത്രയും പൈസയായിട്ട് മുംബൈയിലൊന്നും നടക്കുന്ന അത്ര സേഫ് അല്ല. അതല്ല, ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഒന്നും ഇല്ലാതെ പോകുന്നത് എനിക്ക് അല്ല. പക്ഷെ മുംബൈ ക്രൈം റെക്കോർഡ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. അല്ലടാ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന പോലെ തന്നെ അടിച്ചു മാറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഭയങ്കര സേഫ് ആണ്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി സേഫാ. പക്ഷെ എന്നാലും ഉണ്ട്, സീനൊക്കെ ഉണ്ട്, അടിച്ചു മാറ്റുന്നമാരൊക്കെ ഉണ്ട്. അതായത് ട്രെയിനിൽ നീ ഒന്ന് കയറിയാൽ മതി, എല്ലാരും ബാഗ് ഫ്രണ്ട് കേട്ടാ നിൽക്കുന്നത്. അങ്ങനെയാണ് എല്ലാരും ബാഗ് പുറകിട്ട് നിന്നാ പോരായിരുന്നു. ട്രെയിനിൽ കയറുവാണെങ്കിൽ ബാഗ് ഫ്രണ്ട് മറ്റേ പോക്കറ്റ് കൈ ഇട്ടോണ്ട്, അല്ലെങ്കിൽ സാരം അടിച്ചോണ്ട് പോകും, കൺഫേം അടിച്ചോണ്ട് പോകും. അതും എന്തോ തിരക്കാം, നമുക്ക് എന്തെങ്കിലും അറിയാൻ പോലും പറ്റത്തില്ല മരെടുത്താൽ പോലും. അത് ഈ വർക്കിംഗ് ഡേയ്സിലൊക്കെ വൈകിട്ടും രാവിലെ ആ സമയം എന്ന് പറയുന്നത് എന്തോ തിരക്കാണ് ഇവിടുത്തെ ട്രെയിൻ. പക്ഷെ ഇവിടുത്തെ ട്രെയിൻ എന്തോ എഫിഷ്യന്റ് ആണെന്നറിയൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഏത് സ്ഥലത്ത് എവിടെ വേണമെങ്കിലും പട്ട ട്രെയിൻ 10 രൂപ 20 രൂപ കൊടുത്തെങ്കിൽ മുംബൈയിൽ എവിടെ വേണേലും പോകാം ട്രെയിനൊക്കെ കയറി. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം അതുപോലെ എഫിഷ്യന്റ്. എനിക്ക് തോന്നുന്നു അതും കൊടുക്കണ്ടെന്ന് തോന്നുന്നു. ഓരോരുത്തന്മാരൊക്കെ ഇവിടെ ആരും പൈസ. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഓർമ്മ, ഞാനിങ്ങനെ ചേട്ടാ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം എവിടാന്ന്. ടിക്കറ്റ് നീ എന്തിനാ ടിക്കറ്റ് എടുക്കുന്നത്, ഇമ്മ കയറി പോയാൽ മതിയെന്നത്. ചെന്നൈ പ്രാവശ്യം തൂക്കിയിട്ടുണ്ട്, പക്ഷെ എന്റെ ഇതുണ്ട്, ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ 20 രൂപയല്ല ഉള്ളൂ. നമ്മളെ ഭയങ്കരമായിട്ട് മേക്ക് ഔട്ട് ചെയ്യണം. നമ്മൾ ഓട് വൺ ഔട്ട്. നമ്മളൊന്നാ മലയാളി ഇത്ര സൈസ്, അത് നമ്മള് ഞാൻ പോകുന്ന മറ്റേ ഷോർട്സ് ഒക്കെ ഇട്ട് ഒരു തൊപ്പിയും കണ്ണാടിയൊക്കെ വെച്ചാ പോകുന്നത്. നമ്മളെ കാണുമ്പോൾ ഇവൻ ലോക ഫ്രോഡാ, ഇവന്റെ ടിക്കറ്റ് ഉറപ്പായിട്ടും കാണത്തില്ലെന്നും പറഞ്ഞ അവര് പിടിക്കുന്നത്. അല്ല, മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രാവലിംഗ് ചാർജ് അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ 40 രൂപയുള്ളൂ. ക്യാബ് പോവാണെങ്കിൽ നല്ല റേറ്റ് ആവും. ക്യാബ് അല്ല ഞാൻ പറഞ്ഞത്, ട്രെയിനിൽ 40 രൂപ ഭയങ്കര ചീപ്പാ ട്രെയിനിൽ പോകുന്നത്. പെട്ടെന്ന് എത്തുകയും ചെയ്യും, ട്രാഫിക്കിലൊന്നും. നമ്മൾ ഈ 2-3 മണിക്കൂർ ക്യാബിൽ പോകുന്ന ഇതുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് 3/4 മണിക്കൂർ കൊണ്ടൊക്കെ ഇപ്പൊ ഇവിടുന്ന് നമ്മള് മറ്റേ CST പോകുന്നതാണെങ്കിൽ തന്നെ. പക്ഷെ ഇതിന്റെ ടാസ്ക് എന്നാന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് മാറി ഇറങ്ങി അവിടെ പോയി കയറണം, ഇവിടെ പോയി കയറണം, അങ്ങനെ 1-2 ടാസ്ക്. അറിയാത്തവർക്ക് അത് ആദ്യമായിട്ട് പോകുമ്പോൾ ഭയങ്കര. കാരണം ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ ഇവിടെ 2 ലൈനുണ്ട്. ഇപ്പം രണ്ടല്ല, ഇവിടെ 3 ലൈനുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ലൈനിൽ നിന്ന് ഇറങ്ങി അടുത്ത ലൈൻ ചിലപ്പം പ്ലാറ്റ്ഫോം നമ്പർ 3 എന്നായിരിക്കും. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം നമ്പർ 3 കാണാം, ഈ ലൈനിന്റെ ഒരു പ്ലാറ്റ്ഫോം നമ്പർ 2 പ്ലാറ്റ്ഫോം നമ്പർ 3 ആണ്. ഞാൻ ആദ്യം നോക്കി എന്ത് ചെയ്താ ട്രെയിൻ വരുന്നില്ല, ഇതെന്ത് പ്ലാറ്റ്ഫോമിൽ കറക്റ്റ്. ഞാൻ മറ്റേ ഇൻഡിക്കേറ്റർ നോക്കിയാണ് പോകുന്നത്. കുറച്ചു നേരം ചോദിച്ചു, അപ്പോഴാണ് ഇത് അവിടെ അല്ല അവിടെ പോകണം. അന്ന് അങ്ങനെ ഞാൻ പഠിക്കുന്നത് ഇങ്ങനെ 3 ലൈൻ ഉണ്ടെന്നൊക്കെ. ആദ്യമേ വരുമ്പോ ഇത് ഭയങ്കര വെസ്റ്റേണും ഹാർബറും അല്ലേ.
പിന്നെ ഈ ഇൻഡിക്കേറ്റർ എന്ന ആപ്പ് ഉണ്ട്, അത് അടിപൊളി ആപ്പ്. അത് nice അത് നോക്കി കൃത്യം നമുക്ക് ട്രെയിൻ എപ്പോഴാണ് വരുന്നത്, എന്താ വരുന്നത്, അതെല്ലാം കണ്ടുപിടിക്കാൻ. പക്ഷെ എന്നാലും ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ കയറുമ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിക്കും ഇത് അവിടെ പോവും. കാരണം എനിക്ക് പണ്ട് ഞാൻ ഒരു ഓവർ കോൺഫിഡൻസ് ഇപ്പം എല്ലാം പഠിച്ചു ഇനി എന്താ ചോദിക്കാൻ കയറി കുറച്ചു നേരം കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് പോകുന്നത്. 2-3 സ്റ്റേജ് കഴിയുമ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചു എന്തോ ഭാഗത്തിൽ, അപ്പോഴാണ് ഞാൻ അവിടെ ഇറങ്ങി പിന്നെ കയറി വന്നു. പക്ഷെ എപ്പോൾ വേണേലും ട്രെയിൻ ഉണ്ട്, അതാ ഇവിടുത്തെ എനിക്ക് ഇവിടെ രാത്രി എനിക്ക് എത്ര മണി 1 മണി വരെ 1 മണി വരെ ട്രെയിൻ ഉണ്ട് ലോക്കൽ. ഭയങ്കര കണക്റ്റഡ് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ മെട്രോ ഭയങ്കര ഇതായിട്ട് ഓടുന്നത്, പക്ഷെ ഇവിടുത്തെ മെട്രോ ഭയങ്കര സുഖമാണെന്ന് പറയുന്നത്. അല്ല ഇവിടെ മെട്രോയും ഉണ്ട്, എല്ലാരും ഉപയോഗിക്കുന്നുള്ള മെട്രോ. എടാ ഇവിടെ അത് കൂടുതൽ അവിടെ മുംബൈ, ഇവിടെ നവി മുംബൈയിലും മുംബൈയിൽ ഇവിടുത്തെ കാര്യം ഇവിടെ ഇല്ല, ഇവിടെ കുറവാണ്. ഇവിടെ ബസ് ഇതൊക്കെ തന്നെ. കാരണം ഇവിടെ അതാ ഞാൻ പറയാം, ഒരു സ്ഥലത്തെ ആൾക്കാർ ഈ വളരണമെങ്കിൽ അവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് ആദ്യമേ ഏറ്റവും നന്നായിട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ആകെ ഒരു ബസ്സുണ്ട്, ആരും ബസ്സിലും പോകത്തില്ല. ഇവിടെ കൂടുതൽ ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത്, വെളിയിലുള്ളവരും പബ്ലിക് ട്രാൻസ്പോർട്ട്. നമ്മുടെ നാട്ടിൽ എല്ലാവരും കാറും ബൈക്കും അല്ലേ. നമ്മളാണെങ്കിലും കൂടുതലും അത് ഡെവലപ്മെന്റ് ചെയ്ത് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ എന്ത് വിചാരിക്കുന്നത്, കാറും ബൈക്കും അതല്ലേ ഡെവലപ്മെന്റ് എന്ന്. പക്ഷെ ശരിക്കും ഇതാ ഡെവലപ്മെന്റ്. നമുക്ക് എവിടെ വേണേലും പോകാം, ചുമ്മാ കയറിയാൽ പോകും, ഏത് സ്ഥലത്ത് വേണമെങ്കിലും. റിസ്ക് ഇല്ല യാത്രക്ക്, ടൈം സേവിങ് ഈസിയാണ്, സിമ്പിളാ. ഈ റഷ് അവറിലൊക്കെ സീന എൻ്റെ പൊന്നെ. ഞാൻ പണ്ട് ഒരു ദിവസം ഈ 5 മണിക്ക് റഷ് പീക്ക് ടൈമിൽ കയറി. എടാ ഞാൻ ഇതിനകത്ത് നിൽക്കുമോ, ഇടയില്ല നിൽക്കാൻ. ഞാൻ നോക്കുമ്പോൾ ഒരുത്തൻ കയറി വരിക, തലയിൽ ഒരു CPU വെച്ചോണ്ട്, കമ്പ്യൂട്ടറിന് CPU തലയിൽ വെച്ചോണ്ട്, ഈ ഇടയില്ലാത്തടത്തോട്ട് വേറൊരുത്തൻ വരിക കോഴിക്കുഞ്ചിനെയും പിടിച്ചോണ്ട്. ഈ ഇടയില്ല. ഞാൻ ആരും ഇവനെങ്ങനെ ഇതിനകത്തൂടെ പോകുന്നത്, എനിക്കാണെ നിൽക്കാൻ പോലും പറ്റും. ഇത്ര സൈസ് ഉണ്ടായിട്ട് ഇറങ്ങാൻ മറ്റേ പ്ലാറ്റ്ഫോമിലോട്ടൊന്ന് ഇറങ്ങാൻ പോലും പറ്റത്തില്ല, ഇടിച്ചിടിച്ച് പോകും. വേറെ വിറ്റെന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പം മുംബൈ റഷ് പീക്ക് ടൈമിൽ നമുക്ക് പ്ലാറ്റ്ഫോം മാറണം, ട്രെയിനിൽ നിന്ന് ഇറങ്ങണം, നമ്മളൊന്നും അറിയണ്ട, നേരെ ഇറങ്ങിയാൽ മതി. നമ്മളെങ്ങനെ എടാ നമ്മൾ നടുക്ക് ഇങ്ങനെ നിന്നാൽ മതി, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ നിൽക്കണം. നമ്മൾ ഈ മീനൊക്കെ മറ്റേ പോകത്തില്ല ഗ്രൂപ്പായിട്ട്, അതുപോലെ നമ്മളെ കൊണ്ടുപോകണം. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ദിശ തിരിച്ചു വിട്ടാൽ മതി, നമ്മൾ ആ വഴി അങ്ങ് പോക്കോളും. എടാ എന്തോ തിരക്കാന്ന് പറയും, നമ്മളങ്ങ് പോകും ഓട്ടോമാറ്റിക്കലി, നമ്മൾ നടക്കുന്ന ഒന്നും അറിയത്തില്ല. താനെ CST കുർള ഇവിടൊക്കെ ഭയങ്കര റഷുള്ള എന്തോ അതും ഓരോ ട്രെയിനൊക്കെ വരണം, മറ്റേ നിറഞ്ഞ് തിങ്ങിയൊക്കെ ആയിരുന്നു. എന്നിട്ട് ആൾക്കാർ കയറാന്ന് പറഞ്ഞു പോകും. അയ്യോ. പിന്നെ ട്രെയിനകത്ത് എപ്പോഴും ഇങ്ങനെ ഓരോ പാട്ട് പാടുന്ന ആൾക്കാർ വരും. മറ്റേ ഇപ്പോഴും മറ്റേ USB ഈ സാധനം വരും, USB ഒക്കെ വിൽക്കാനാണ്, സോക്സ് ഇതൊക്കെ വിൽക്കുന്ന ആൾക്കാർ വരും, മേടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ട്രെയിൻ യാത്ര നൈസാ, തിരക്കില്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോവാനോ, അല്ല ഒറ്റയ്ക്കല്ല എവിടെ കൂട്ടത്തിലാണേലും. ഞാൻ നോക്കിയിട്ട് ഭയങ്കര നൈസാ. പക്ഷെ ഇപ്പം എനിക്ക് പറ്റുന്നില്ല, പണ്ട് എനിക്ക് പോകായിരുന്നു. ഇപ്പം എനിക്ക് സത്യം പറയാം ക്യാബിൽ എവിടെയെങ്കിലും പീസായിട്ട് പോകുന്നു, മറ്റേ പോസ്റ്റ് അടിച്ച് നിൽക്കാനൊന്നും വയ്യ. വൈ പറഞ്ഞാ ഒരു വയ്യ, മെനക്കെടാൻ വയ്യ. നേരത്തെ സീനില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് മെനക്കെടാൻ വയ്യ. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ ശാന്തി സമാധാനത്തിൽ പോകുന്ന ഇഷ്ടം.